കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പം നിരവധിയായ സ്ഥാനാർത്ഥികളുണ്ട് നമുക്ക്. അവരൊക്കെ അങ്ങയെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്, അങ്ങയുടെ അനുഗ്രഹം തേടാൻ വേണ്ടി എത്തുന്നുണ്ട്. പക്ഷേ ഒരു വോട്ടേ ഉള്ളൂ. ആർക്കായിരിക്കും ഈ വോട്ട് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണയുണ്ടോ? അങ്ങനെ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തി ഉണ്ടാകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ ആശയക്കുഴപ്പത്തിൽ പെടുത്തുന്ന ഒന്നാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഈ കാൻഡിഡേറ്റ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ചോദിച്ച മാതിരി ഇപ്പോൾ നമുക്ക് ഒരു വോട്ടേ ഉള്ളൂ. ആത്മാർത്ഥമായ ബന്ധമാണ് ഇവരോടൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാ ഇളമരം കരീം, അതുപോലെ തന്നെ നമ്മുടെ രാഘവൻ, അതുപോലെ ശ്രീ രമേശ്, ഇവരൊക്കെ നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സാണ്. പക്ഷെ നമുക്കൊരു വോട്ടേ ഉള്ളൂ ഈ പറഞ്ഞോളം തന്നെ. പക്ഷെ നമുക്ക് അപ്പം നമ്മൾക്ക് പറയാനുള്ളതാണ്, മനസാക്ഷി അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ നമ്മൾ കേട്ടത്, ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട സന്ദേശത്തിലൊക്കെ കേട്ടത്, ലത്തീൻ സഭയൊക്കെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കേട്ടിരുന്നു. അത് മണിപ്പൂരിൻ്റെ വിഷയത്തിലും ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന പല തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. ഇത്തവണ അങ്ങ് ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന അങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് എന്തായിരിക്കും പറയുക? എങ്ങനെ വോട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും അതെന്ന് പറയും? ഞാൻ പറയുന്നത്, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമദൂര സിദ്ധാന്തമാണ്. പ്രശ്നാധിഷ്ഠിത, മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം. ആ സിദ്ധാന്തമനുസരിച്ച് ജനങ്ങൾക്ക് അവർ മനസാക്ഷി അനുസരിച്ച് ആർക്കാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളൊരിക്കലും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു ബിഷപ്പ് എന്ന നിലയിൽ നമ്മൾ പറയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ആളുകൾ തന്നെ BJP പെട്ടവരുണ്ടാവും, LDFകാരുണ്ടാവും, UDFകാരുണ്ടായിരിക്കും. അപ്പോൾ ഒരു മെത്രാൻ എന്ന നിലയിൽ ഞാൻ അതിനേക്കാളൊക്കെ എബോവ് അല്ലെങ്കിൽ മുകളിലായിരിക്കണം. ഒരിക്കലും ഇന്ന കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. മറിച്ച് ഈ പ്രശ്നാധിഷ്ഠിത, മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം ഫോളോ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെ നമുക്ക് പറ്റിയ, നമുക്ക് യോജിച്ച, പ്രത്യേകിച്ച് നമ്മളുടെ മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത, ഇതൊക്കെ കാത്ത് പരിപാലിക്കുന്ന വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന പല വിധമായ പ്രശ്നങ്ങൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്, അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുമുണ്ട്. അതൊക്കെ പ്രതിഫലിക്കുന്നു അങ്ങ് കരുതുന്നുണ്ടോ? അത് കുറേയിടങ്ങളിലൊക്കെ പ്രതിഫലിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കണ്ടും കേട്ടിരിക്കുന്നവരാണ് ജനങ്ങൾ. അപ്പം അതനുസരിച്ച് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളീയർ, പൊളിറ്റിക്കലി വെരി കോൺഷ്യസാണ്. രാഷ്ട്രീയപരമായിട്ട് വളരെ നന്നായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളിവിടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നല്ലവരായ വോട്ടർമാരാണ്, ചിന്തിക്കാൻ കഴിവുള്ള വോട്ടർമാരാണ്, ഏതാണ് നന്മ എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള പറ്റിയ വോട്ടർമാരാണ്. അപ്പോൾ ഈ വോട്ടർമാരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അവർ നല്ല കാൻഡിഡേറ്റ്സിനെ, രാജ്യത്തിന് പറ്റിയ നല്ല കാൻഡിഡേറ്റ്സ് തിരഞ്ഞെടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ട് പോക്കിനും അതായിരിക്കും ഗുണകരം. അതെ, അങ്ങനെ തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ, അത് ആവശ്യമാണ്. യെസ്.